ഡീപ്സീക്ക് ചൈനയിലെ ഹാങ്ഷു പ്രവിശ്യയിലെ ലിയാങ് വെൻ ഹാങ് എന്ന ആളുടെ കണ്ടുപിടുത്തമാണ്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നയുടൻ അമേരിക്കയിലും ബ്രിട്ടനിലും ചൈനയിലും ഒക്കെ ഇപ്പോൾ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്ത AI ചാറ്റ് ബോട്ടായി ഇത് മാറി. ഇതിന്റെ പ്രത്യേകത വളരെ ചെലവ് കുറഞ്ഞ തരത്തിൽ കൃത്യതയോടെ വിവരങ്ങൾ നൽകുന്നു എന്നതാണ്. നിർമ്മിതി ബുദ്ധിയിൽ അമേരിക്കൻ ഭീമന്മാരെ തകർത്തുകൊണ്ട് ചൈന മുന്നേറുന്നു എന്ന സൂചന പുറത്തു വന്നതോടെയാണ് അമേരിക്കൻ കമ്പനികളുടെ വിപണി മൂല്യം ഇടിഞ്ഞത്. ഇത് അമേരിക്കൻ വിപണിക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. ട്രംപ് ഇതിനെ പോസിറ്റീവായി കാണണം. നമ്മൾ കരുതിയിരുന്നില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും എന്ന മുന്നറിയിപ്പ് ഇന്നലെ നൽകിയിട്ടുണ്ട്. ചൈനയേക്കാൾ കുറഞ്ഞ ചെലവിൽ കൂടിയ നിലവാരത്തിൽ സാങ്കേതിക വിദ്യ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ചൈനയുടെ ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയോട് എങ്ങനെ അമേരിക്കയ്ക്കും ലോകത്തിനും മത്സരിച്ച് നിൽക്കാൻ കഴിയും എന്നത് സംശയാസ്പദമാണ്. അത്രമാത്രമാണ് ചൈന സമസ്ത മേഖലകളെയും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് യുഗം ലോകത്തെ എല്ലാ മേഖലകളെയും സ്വാധീനിച്ചതുപോലെ നിർമ്മിതി ബുദ്ധി ഇനിയുള്ള സമസ്ത മേഖലകളിലും കടന്നു വരാൻ പോകുന്നു. ആ അധ്യാപനത്തിലാണെങ്കിലും ഗവേഷണത്തിലാണെങ്കിലും മാധ്യമ പ്രവർത്തന രംഗത്താണെങ്കിലും ബാങ്കിംഗ് മേഖലയിലാണെങ്കിലും എല്ലായിടത്തും നിർമ്മിത ബുദ്ധി കടന്നു വരുമ്പോൾ ചൈനയായിരിക്കും മുൻപന്മാർ എന്നത് അമേരിക്ക മാത്രമല്ല ഇന്ത്യയും ഞെട്ടിക്കേണ്ടതാണ്. അതേസമയം ചൈനയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും അവരുടെ ദേശീയ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ടാണ് എന്ന് മറക്കരുത്. ചൈനയുടെ ഏകാധിപത്യ രാഷ്ട്രീയം, എല്ലാം തുറന്നു കൊടുക്കാൻ താല്പര്യമില്ലാത്ത രാഷ്ട്രീയം അവർ ഇവിടെയും നിലനിർത്തുന്നുണ്ട്.